പ്രീതമ്മാവിടെ കിടക്കുക. പാവം വയ്യ. പ്രഷറിന്റെയാ. ഇന്നലത്തെ ആ കശിവശ കാരണം. അത് ഇന്നലത്തെ ബഹളത്തിൽ പറ്റിയതാ. അത് ഞാൻ തന്നെ നേരെയാക്കി വെച്ചോളാം. ഇന്നലെ സാറ് ശരിക്കും പോരായിരുന്നു. വെള്ളം അല്ലേ? ഇന്നലെ പോരായിരുന്നു, ഇന്ന് അതിനേക്കാളും പോരാട്ടടാ. ഇന്നലത്തെ ഇറങ്ങാത്തതോ അതോ കാലത്ത് ഫ്രഷ് ആയിട്ട് അടിച്ചതോ? അല്ലേ, കിടന്ന് ഒച്ച ഉണ്ടാക്കരുത്. വേലി ഇനിയും പൊളിയും. ചോണയുണ്ടേ പൊളിക്കടാ. 2 വാറ് കണ്ടടാ ഞാൻ. വേലാലി വേലിക്ക് ഇപ്പുറത്തെ കാല് കുത്തിയാൽ എഴഞ്ഞാ നീ തിരിച്ചു പോകും. തീരെ മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റം കണ്ടാ ചിലപ്പോ അപ്പുറത്ത് വന്നെന്ന് വരും. ഞാൻ വാറൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ആർമി ചേരാൻ ഭയങ്കര കൊതിയായിരുന്നു. വീട്ടിൽ നിന്ന് വിടാഞ്ഞതാ. ഇനിയും പറ്റുകയാണെ ഏതെങ്കിലും വാറ് വരുമ്പോ ചേരണമെന്നുണ്ട്. ഇന്നലെ നിങ്ങൾ കാണിച്ചതിന് അപ്പൊ ഞാൻ മറുപടി പറഞ്ഞില്ല. പക്ഷെ അതിന്റെ അർത്ഥം ഞാൻ എപ്പോഴും മണ്ടനെ പോലെ തിരിച്ചു പോകുന്നല്ല. എന്റെ വീട്ടിൽ കയറി ഒന്ന് അധികാരം കാണിക്കാൻ തുടങ്ങിയാ ഇനി നീ തൊഴിമടിക്കും. നിനക്കെന്തൊരു ആവശ്യം എന്റെ പ്രൈവറ്റ് കാര്യങ്ങൾ ഇടപെടാൻ? നിങ്ങളുടെ പ്രൈവറ്റ് കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടുകയല്ല. പിന്നെ ഇന്നലെ വന്നത് ആ കൊച്ചിനെ നിങ്ങൾ വല്ലാതെ ഉപദ്രവിക്കുന്നു. അവളെ കഷ്ടപ്പെടുത്തിയ തീരുമെന്ന് വാശിയാണോ? എന്റെ മോടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങളുടെ മോടെ കാര്യം നിങ്ങൾ നോക്കുന്നുണ്ട്. നമുക്ക് നല്ല അയലുകാരായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇന്നലത്തത് മദ്യത്തിന്റെ പുറത്തുണ്ടായ ഒരു കശവശയായിട്ട് തള്ളിക്കളയാം അല്ലെ? നിന്റെ അയൽവക്കാരി വേണ്ട. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നിന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. എന്റെ പിള്ളേരെ ചീത്തയാക്കാന്ന് ഉദ്ദേശം ഉണ്ടെങ്കിലേ അതങ്ങ് പള്ളി പറഞ്ഞാ മതി. എന്താ ഇത് കാലത്തെ വാന്നേ? എപ്പ നോക്കിയാലും അവൻ ആ പെണ്ണിന്റെ പുറകെ. വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങി റോഡ് വരെ കൊണ്ടുപോയി. നാളെ ഏതെങ്കിലും ഹോട്ടൽ റൂമിലായിരിക്കും രണ്ടര കൂടെ ആരെങ്കിലും കാണാൻ പോകുന്നത്. അയ്യോ, ഇതെന്താ ബോധമില്ലാത്ത പോലെ വിളിച്ചു പറയുന്നേ? എല്ലോടക്കി പണിയെടുത്തിട്ടാണെങ്കിലും മാനം മര്യാദ ഇത്രയും കാലം ജീവിച്ചിട്ടുള്ളത്. ഇനി അങ്ങനെ ജീവിക്കുള്ളൂ. ഇനി വാടാ എന്റെ കുടുംബക്കാരെ അന്വേഷിക്കാൻ. അയൽവക്കക്കാരൻ പട്ടി. എന്താ മതിയായില്ലേ? നിനക്ക് എന്തിന്റെ അസുഖ സോളമ്മ? കാലത്ത് അയാളുടെ വായിലിരിക്കുന്ന കേൾക്കാൻ വേണ്ടിട്ട്. അല്ല അമ്മ, എനിക്കൊന്നും കേൾക്കണ്ട. മേലാൽ ആ വീട്ടിലുള്ള ഒരൊറ്റ ആളുമായിട്ട് മിണ്ടി പോവരുത്. അല്ല, ഇങ്ങേരൊരുത്തൻ ഇങ്ങനെ ആയിപ്പോയെന്ന് വെച്ചാൽ ഇങ്ങനെ കണക്കാ, എല്ലാരും കണക്കാ. കൾച്ചറില്ലാത്ത വർഗങ്ങള്. ഞാനിന്ന് പോവാണ്. എപ്പോ? ഉടനെ തന്നെ. സോഫിയെ കണ്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ കാലത്ത് പോവാതെ നിന്നത്. ഡാഡി ഓഫീസിൽ പോയാ? ഇന്നലെ അങ്ങേര് ഒരുപാട് തല്ലിയല്ലേ? ചെലപ്പോ അങ്ങനെ ദേഷ്യം വന്നാല് ചെകുത്താനാ. ഈ വക്കച്ചൻ ഇങ്ങനെ എപ്പോഴും വരുന്നത്? അത് നടക്കില്ല.
ഉറപ്പാണോ? ഇപ്പൊ ഉടനെ ഞാനിവിടെ നിന്നാ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. തീരെ നനച്ചിരിക്കാതെ ഓരോ ഡെവലപ്മെന്റ്സ് വരുമ്പോ പതുപോലെ ഒരു രാത്രി വന്ന് കുറെ ബഹളം വെച്ചിട്ട് വെളുപ്പിനെ വന്ന പോലെ തിരിച്ചു പോകാൻ വന്നവനാ ഞാൻ. പക്ഷേ ഇപ്പൊ തിരികെ പോകുമ്പോ സോഫിയും എന്റെ ഒപ്പം ഉണ്ട്. ഹാർവെസ്റ്റ് കഴിഞ്ഞാലുടൻ ഞാൻ വീണ്ടും വരും. അപ്പോഴേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങിത്തെളിയും. ഇതിനിടയിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ആന്റണിയോട് പറഞ്ഞോണം. ഞാൻ അവനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഇല്ല, പറയരുത് എന്ന് പറഞ്ഞിട്ടുള്ളതൊന്നും അവനെ ഞാൻ അറിയിച്ചിട്ടില്ല. അപ്പന്റെ മക്കളുടെയൊക്കെ സംസ്കാരം മനസ്സിലായി. മേലാൽ ഈ കോമ്പൗണ്ടിനുള്ളിൽ കണ്ടുപോകും. നീ മിണ്ടണ്ട. അവനവന്റെ സ്റ്റാൻഡേർഡിലുള്ളവരുമായിട്ട് ഇടപെടാൻ പോകാവൂ. കണ്ണും കൈയും കാണിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ എന്റെ മോന് കുറ്റം. ആന്റി, ഞാൻ കൊച്ചെന്നോടൊന്നും പറയണ്ട. പറഞ്ഞ അനുസരിച്ചോ. ഞാൻ വിളിച്ചിട്ടാ ആ കുട്ടി ഇപ്പൊ ഇവിടെ വന്ന്. മമ്മ അങ്ങനെ ഇറക്കി വിട്ടത് മര്യാദയില്ല. എന്നെ നീ മര്യാദ പഠിപ്പിക്കണ്ട. പഠിപ്പിക്കല്ല, എന്നാൽ ഒന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാന്ന് പറഞ്ഞാല്. സോളമ, തർക്കിക്കാൻ വരരുത്. ഞാൻ എന്റെ സ്റ്റാൻഡ് പറഞ്ഞു കഴിഞ്ഞു. നിന്നെ ഇനി അവളുടെ ഒപ്പം കണ്ടുപോകരുത്. വേറൊന്നും എനിക്ക് അറിയണ്ട. ഞാൻ ഇറങ്ങുന്നു. ഉണ്ടിട്ട് പോ സോളമ. ആന്റണി കോളേജിൽ നിന്ന് വരുമ്പോ പറഞ്ഞേരെ ഞാൻ പോയെന്ന്. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. സോഫിയ, സോഫിയ, റോസി, റോസി, എന്താ വേണ്ടത്? ഇങ്ങോട്ടൊന്ന് വന്നേടി. റോസി, എവിടെയാ അവള്? അകത്തെങ്ങാനും കാണും. എന്താ? അവളെ നീ ഇങ്ങോട്ടൊന്ന് വിളിക്ക്. വക്കച്ചന് അവളോടൊന്ന് സംസാരിക്കാനുണ്ട്. വക്കച്ചൻ എന്താ ഇപ്പൊ അവളോട് സംസാരിക്കാൻ? അവളെ കെട്ടിക്കൊണ്ടു പോകുന്ന കാര്യം സംസാരിക്കാൻ. അവൾക്ക് ഇങ്ങനെ മാരി ചെയ്യാൻ വയ്യാന്ന് കട്ടായം പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് പിന്നെ ഇനി എന്തോന്ന് സംസാരിക്കേ? അവൾക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ലാന്ന് പറഞ്ഞോണ്ടിരുന്ന അവളെ കെട്ടാനങ്ങ് പുല്ലുപ്പാറ നാൾ വരുമായിരിക്കും. ആർക്കോ ഉണ്ടാകാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരുത്തൻ കെട്ടാൻ തയ്യാറായിട്ട് വരുമ്പോ അവിടെ ഒരു ഇഷ്ടക്കേട് നോക്കുന്നു. ഇതിനെ ഒന്ന് എങ്ങനെയെങ്കിലും ഇറക്കി വിട്ടിട്ട് വേണം എനിക്ക് എന്റെ മോക്ക് ചൊവ്വുള്ള ഒരുത്തിനെ അന്വേഷിക്കാൻ. രണ്ടും രണ്ട് തന്തയാണെന്ന് അറിഞ്ഞാൽ പിന്നെ എന്റെ മോക്ക് കൊള്ളാവുന്ന ഒരു കൊച്ചിനെ കിട്ടാൻ വരും. അതിനൊക്കെ അവള് പാവമൊന്നും ചെയ്തിട്ടില്ല. ഒറ്റ മാസത്തിനുള്ളിൽ കെട്ടിയാൻ നടത്തിക്കും. അത് സൗകര്യം ഇല്ലെങ്കിൽ പെണ്ണിനെ വല്ല അനാഥാരത്തിൽ കൊണ്ട് നിർത്തിക്കോണം.
വേണേൽ അവരെ കൂടെ കേറ്റായിരുന്നു. അവര് നമ്മുടെ വഴിക്ക് തന്നെ. ആരെ കൂടെ? ദാ അവര് നടന്നു പോന്നോളും. നീ ഒരുത്തിയാരൻ അയൽവക്കക്കാർക്ക് പോലും കണ്ടുകൂടാതെ. അത് ചേച്ചിയാരനൊന്നുമല്ല, പിന്നെ ഡാഡിയാ അതിന് കാരണക്കാരൻ. എന്തുണ്ടായാലും കുറ്റം ചാർത്താൻ ഒരു ചേച്ചി.